വലിയ പാട്ടാ. ആവി പോണ കണ്ടുണ്ട് ഗൈസ്. ആവിയൊക്കെ പോയി കഴിഞ്ഞു എന്നാലും പക്ഷെ നല്ല പോയിട്ടില്ലേ. ഗൈസ് നമ്മ അങ്ങനെ സാക്കിർ ലേക്കിന്റെ അടുത്ത് എത്താൻ ഇനി വെറും 10 മിനിറ്റ്സ് 12 കിലോമീറ്റേഴ്സ്. അപ്പോൾ സാക്കിർ ലേക്ക് പോയി കാണണം, എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. കാരണം യുഎഇയിൽ കുറേ വർഷമായിട്ടുണ്ടെങ്കിൽ മലയിൽ 3 വർഷമായി ഇതുവരെ ഇത് കാണാനോ എക്സ്പ്ലോർ ചെയ്യാനോ പറ്റിയിട്ടില്ല. We are reached here. No, it's not artificial. സൂര്യൻ പൊട്ടി മുളച്ച് വരുന്ന കണ്ടോ, നമ്മള് ചിത്രമൊക്കെ വരക്കണ പോലെ. നൈസ്. ഗൈസ്, ഇതാണ് പ്രഭാതം പൊട്ടി വിളര് പുലര പൊട്ടിപ്പുലര്. എന്തോ മുറുകതില പോയിട്ടുണ്ട് എന്നാണ് പറയണേ. പട്ടിയാണോ എന്നൊരു ചിന്താഗതിയാണ്. അതോ കടുവയോ പുലിയോ? അതെ, എന്തോ പോയോ, എന്തോ ആരോ പോയിക്കണ്. അത് ഈ കാട് വരെയുള്ള എത്തിയത്. എന്താണ് വിടോണ്ടോ ഗൈസ്? അത് കാണുന്നതാണ് സാക്കിർ ലേക്ക്. ഗൈസ്, ആ കാണുന്നതാണ് സൂര്യച്ചാർ. ബാക്കിൽ കാണുന്നതാണ് സാക്കിർ ലേക്ക്. വി ആർ ഗോയിങ് ദർ. ഓക്കെ, ഐ ഷോ യു സംതിങ്. കാണുന്നുണ്ടോ നിങ്ങൾ? ഫുള്ള് ശംഖുകളാണ്, കുഞ്ഞു കുഞ്ഞു ശംഖുകൾ. സോ ഇതിനർത്ഥം ഇവിടെ ആദ്യം കടലായിരുന്നു എന്നാണ് ഗൈസ്, അല്ലേ? എന്താണ് മാപ്പിളക്ക് പറയാനുള്ളത്? ഇത് ആദ്യം കടലായിരുന്നല്ലോ. ഈ ശംഖിന്റെ ഒരു വലിപ്പം നോക്ക്, എത്ര ചെറുതാ. നമ്മൾ കയ്യിൽ വെച്ചാല് എത്ര ഉള്ള നോക്ക്. വന്ന വഴി മറന്നുപോയി എന്ന് പറയുന്നില്ലേ, അതങ്ങനെ തന്നെ. വഴി മറന്നിട്ടില്ലെങ്കിലും വജ്ജ് കാണാനുള്ള ഗൈസ്, വഴി കാണണ്ടേ? നമ്മളിത് വട്ടത്തിൽ കറങ്ങാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. ഫൈനലി നമ്മള് ലേക്ക് കണ്ടുപിടിച്ചു ഗൈസ്. ഇങ്ങനൊരു സെറ്റപ്പ് അല്ലേനുള്ളത് നമ്മളിപ്പോൾ അടുത്താണ് അറിഞ്ഞത്. അപ്പോൾ ലീവ് കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു. ലീവ് കിട്ടിയപ്പോൾ നമ്മൾ വന്നിട്ടുണ്ട് ഗൈസ്. ഞാൻ ഫസ്റ്റ് വിചാരിച്ചിരുന്നത് എന്താ വെച്ചാൽ നമ്മൾ UAE അല്ല, അപ്പോൾ നമ്മൾ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്നുള്ള രീതിയിൽ ഉണ്ടാക്കിയതായിരിക്കും, ആർട്ടിഫിഷ്യൽ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചിരുന്നു. ബട്ട് ഗൈസ്, ഐ ഷോ യു. നല്ല രസമുണ്ട്. കുറച്ചും കൂടി നടന്നെത്താനുണ്ട്. അങ്ങോട്ട് എത്തിയിട്ട് കാണിച്ചു തരാം. നടക്കുമ്പോൾ മണലിലൂടെ നടക്കണതാണ്, കാലിതിൽ പൂന്തി പോവാണ് ഗൈസ്. ആ പോകുന്നതാണ് മിസ്റ്റർ ഹസ്ബൻഡ്. നമ്മൾ ലൈഫിൽ എന്താ വെച്ചാൽ ഒരു മാപ്പിള ഉണ്ടാക്കുക. അതാകുമ്പോൾ നമുക്കൊന്നും ടെൻഷനില്ല. മാപ്പിള കവറൊക്കെ അങ്ങനെ തൂക്കി പിടിച്ച് നടന്നോളും. ഇനിയിപ്പോൾ ഒരു കവറും കൂടി ഉണ്ടെങ്കിൽ മറ്റേ കയ്യിലും തൂക്കി പിടിച്ചോളും. നമുക്കൊന്നും വെയിറ്റ് ഒന്നും ചുമക്കണ്ട ഗൈസ്. ഒരുപാട് ദേശാടന കിളികളൊക്കെ ഉണ്ട്. കാണുന്നുണ്ടോ അറിയില്ല. See? ये मेरा मिस्टर हस्बैंड. അതെ, ഈ ചൂടിലും വെള്ളം വറ്റാതെ എങ്ങനെ നിന്നു ഗൈസ്. മിസ്റ്റർ ഹസ്ബൻഡ് ഈസ് ഹിയർ സെറ്റിംഗ് അപ്പ് ദ ട്രൈപോഡ്. Mr. Husband, hello Mr. Husband. Yes, my dear. ഗൈസ്, ഇവിടെ നിറച്ചു ഈച്ചുണ്ട്. അതാണെങ്കിൽ നമ്മളെ മുഖത്ത് ഇങ്ങനെ വന്നിരിക്കണേ. വി ആർ സോ ടയർഡ് ഓഫ് ദാറ്റ് ഗൈസ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ നിറച്ചും കിളികളുണ്ട്.
ദിസ് ഈസ് അല്ലൈൻ ലൈക്ക്. ഞാൻ എൻ്റെ പെണ്ണുങ്ങളും അല്ലയിലേക്ക് കാണാൻ വന്ന് എക്സ്പ്ലോർ ചെയ്ത്. അപ്പോൾ അല്ലയുള്ള സുഹൃത്തുക്കൾ എല്ലാവരും വരിക, എക്സ്പ്ലോർ ചെയ്യുക. എക്സ്പീരിയൻസ് പിന്നെ അല്ലേ. കാരണം അല്ലയിൽ നമുക്ക് അറിയാം ഒരു കടലോ റിവറോ ഒന്നുമില്ല. ലേക്ക് ദിസ് ഈസ് വെരി എക്സ്പീരിയൻസ്. നാട്ടിൽ പോയ വൈബ് അത്രയൊന്നുമില്ലെങ്കിലും കുഴപ്പമില്ല. സത്യം നാട്ടിൽ പോയ വൈബുണ്ട്. കാരണം ആ കിളികളുടെ കളകളാരവം, കൊക്കുകള് നമ്മൾ നാട്ടിൽ പോയണ്ടല്ലോ കാണാമല്ലോ, പാടത്ത് കൊക്കുകൾ, ഇതൊക്കെ കറക്റ്റ് നാട്ടിൽ പോയ എത്ര വൈബ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടുന്ന് ചായ കുടിക്കാനുള്ള പ്ലാനിന്. ഇവിടുന്ന് ചായ എന്തായാലും കുടിക്കണില്ല. അത് നില കണ്ടോ, ഫുള്ള് ഒരു ചതുപ്പാണ്. ചെരുപ്പുമ്മലൊക്കെ ചപ്പിളി ആയിണ്ട്. ഇയാളോട് ഞാൻ ഇടണ്ട പറഞ്ഞത്. ചൂട്ടതുകൊണ്ട് കണ്ടോ ചാണകത്തിൽ ചവിട്ടിയ മാതിരിയുണ്ട്. അപ്പോൾ ഗൈസ് അങ്ങനെയാണ് അവസ്ഥ. അതുകൊണ്ട് നമ്മൾ ചായയും കൊണ്ട് ഇവിടുന്ന് പോകും. ഇനി കാറിലിരുന്ന് കുടിക്കാം ഗൈസ്. അപ്പോൾ എല്ലാവരും ഇവിടെ വന്നിട്ട് ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യുക. കുറേ ഒന്നുമില്ല, ഭയങ്കര എക്സ്പെക്ടേഷൻ ഒന്നും വെച്ചിട്ടല്ല. പക്ഷെ വന്നു കഴിഞ്ഞാൽ നഷ്ടം തോന്നുന്നില്ല. ഒരു രാവിലെ ടൈമിൽ അല്ലെങ്കിൽ വൈകുന്നേരം ടൈമിൽ വരാൻ പറ്റും. ഇവിടെ ലൈറ്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ ടെൻറ്റ് ചെയ്യണവരും അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. സൈഡിൽ ടെൻറ്റിങ്, സൈഡിൽ ടെൻ്റ് അടിച്ച് നിൽക്കണവരൊക്കെ ഉണ്ട്. അപ്പോൾ അതുവരെയൊക്കെ വന്നാൽ പൊളിയായിരിക്കും. അപ്പോൾ എല്ലാ അല്ലയും സുഹൃത്തുക്കളും ഒരു വട്ടം വന്ന് എക്സ്പ്ലോർ ചെയ്യാം. വെറുതെ വന്നൊന്ന് കണ്ടു നോക്കുക. ഓക്കെ, നൈസ് എക്സ്പീരിയൻസ് ആണ്. പ്ലീസ് ലൈക്ക് ആൻഡ് കമന്റ്, സബ്സ്ക്രൈബ്.